ഇപ്പോൾ ഒരു വാർത്ത ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട്. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി മരിച്ചു. ചിന്നക്കനാൽ ടാങ്കുടി സ്വദേശി കണ്ണനാണ് മരിച്ചത്. 47 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 5:30 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. ടാങ്കുടിക്കും ചെമ്പകത്തൊഴുകുടിക്കും ഇടയിൽ തോട്ടത്തിൽ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം അപ്രതീക്ഷിതമായി ഉണ്ടായത്. കണ്ണനെ ആന തട്ടിയിട്ട ശേഷം ചവിട്ടിയെന്നാണ് അറിയുന്നത്. കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് ആനയെ കാട്ടിലേക്ക് തുരത്തി ഓടിച്ചത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇദ്ദേഹം മരിച്ചു എന്നാണ് നമുക്ക് കട്ടപ്പന ബ്യൂറോയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അല്പനിമിഷങ്ങൾക്ക് രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ വിജയൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? സങ്കടകരമായ വാർത്തയാണല്ലോ. എസ് കെ, ഇടുക്കി ജില്ലയിൽ ഈ വർഷം ഉണ്ടാകുന്ന 6ാമത്തെ കാട്ടാനാക്രമണത്തിലുണ്ടാകുന്ന മരണമാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ ആളെ, ഈ കണ്ണനെ കാട്ടാനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 5:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പിടിയാനകളുടെ കൂട്ടം കണ്ണനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടാങ്കുടിക്കും ചെമ്പകത്തൊഴുക്കുടിക്കും ഇടയിലുള്ള സ്ഥലത്ത് കൃഷി സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ കാട്ടാനക്കൂട്ടം വന്ന് ആക്രമിച്ചു. കണ്ണനെ തട്ടിയിട്ട ശേഷം ചവിട്ടുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടു നിന്നവർ ഉൾപ്പെടെ പറയുകയും ചെയ്തത്. ഈ കണ്ണനെ ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നാട്ടുകാർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. ഈ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസമായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. വ്യാപകമായിട്ട് കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചിരുന്നു. വലിയ തരത്തിലുള്ള പരാതി നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കാട്ടാന ആക്രമണം നടക്കുന്ന സമയം RRTയുടെ സേവനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. RRTയുടെ നിരീക്ഷണം ഈ ആനകളിൽ മേൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നതിനിടയിൽ, അല്ലെങ്കിൽ ഈ കാട്ടാന ആക്രമണം തടയാൻ വേണ്ടിയുള്ള യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് കുറ്റപ്പെടുത്തലോടുകൂടി തന്നെ പറയാൻ കഴിയുന്നതാണ്. കാരണം കാട്ടാനക്കൂട്ടം നിരന്തരമായി ജനവാസ മേഖലയിൽ ഉണ്ട്. കാട് കയറാൻ കൂട്ടാക്കാതെ അവിടെ കൃഷിവിളകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ ഉൾപ്പെടെ പലതവണ പരാതി പറഞ്ഞിട്ടും RRTയുടെ സേവനം കൃത്യമായി അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഒരു ജീവൻ കൂടി ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. ഓക്കെ, ചിന്നക്കനാലിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഒരാൾ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്.